ഹായ് മക്കളെ, 5ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഓണം എക്സാമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാരൊക്കെ പോയി കാണുക. കൂടാതെ ഇന്നത്തെ എക്സാമിൻ്റെ ആൻസർ കീയും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ടീച്ചർ എൻറ്റേർഡ് ദ ക്ലാസ്. ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു. ഷീ സോ എ സാഡ് ഫേസ് എമംഗ് ചിൽഡ്രൻ. അപ്പോൾ കുട്ടികളുടെ ഇടയിൽ ഒരു വിഷമിച്ച ഒരു മുഖം അവർ കണ്ടു. ഇറ്റ് വാസ് ചെസ്റ്റർ റക്കൂൺ. അതാരായിരുന്നു? നമ്മുടെ ചെസ്റ്റർ റക്കൂൺ ആയിരുന്നു. ദ ടീച്ചർ ബിഗെയിൻ ടു ടോക്ക് ടു ഹിം. അപ്പോൾ ടീച്ചർ അവനുമായിട്ട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ചെസ്റ്റർ റക്കൂൺ. അപ്പോൾ ടീച്ചറും ചെസ്റ്റർ റക്കൂണും തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എന്തൊക്കെയായിരിക്കും ടീച്ചറും ചെസ്റ്റർ റക്കൂണും കൂടി ചോദിച്ചിട്ടുണ്ടാവുക? ടീച്ചർ, ചെസ്റ്റർ വാട്ട് ഹാപ്പൻ, വൈ ആർ യു ലുക്കിംഗ് സോ സാഡ്? എന്ത് പറ്റി, നീ എന്താണ് ഇത്ര വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ ചെസ്റ്റർ പറയാണ്, ഐ വാണ്ട് ടു ഗോ ബാക്ക് ടു ഹോം. എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണം. ടീച്ചർ, വാട്ട് ഹാപ്പൻ ഡിയർ, എന്താ നിനക്ക് പറ്റിയത്? ഈസ് ദർ എനി പ്രോബ്ലം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചെസ്റ്റർ, ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. എനിക്ക് എൻ്റെ ടോയ്സുമായിട്ട് കളിക്കണം. ഐ ഹാവ് ഫ്രണ്ട്സ് ദർ. എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെയുണ്ട്. ഐ വാണ്ട് ടു പ്ലേ വിത്ത് ദം ടു. എനിക്ക് അവരൊക്കെ ആയിട്ട് കളിക്കണം എന്നാണ് പറയുന്നത്. ടീച്ചർ, ഐ വിൽ ഗിവ് യു ന്യൂ ടോയ്സ് ടു പ്ലേ. ഞാൻ നിനക്ക് പുതിയ ടോയ്സ് ഒക്കെ കളിക്കാൻ വേണ്ടി തരാം. യു വിൽ ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഫ്രം ഹിയർ, യു ക്യാൻ ഓൾസോ പ്ലേ വിത്ത് ദം. നിനക്ക് ഇവിടെ നിന്നും പുതിയ ഫ്രണ്ട്സൊക്കെ കിട്ടും, നീ അവരൊക്കെ ആയിട്ട് കളിച്ചോ എന്നാണ് പറയുന്നത്. ചെസ്റ്റർ, മൈ മോം ഈസ് അലോൺ അറ്റ് ഹോം. എൻ്റെ അമ്മ വീട്ടിൽ ഒറ്റക്കാണ്. ഐ വാണ്ട് ടു ഗോ. എനിക്ക് തിരിച്ചു പോകണമെന്ന് പറയാണ്. ടീച്ചർ, ഡോണ്ട് യു വാണ്ട് ടു സ്റ്റഡി? നിനക്ക് പഠിക്കൊന്നും വേണ്ടേ? ചെസ്റ്റർ, ഐ ഹാവ് എ ലോട്ട്സ് ഓഫ് ബുക്ക് ഇൻ മൈ ഹോം. എൻ്റെ വീട്ടിൽ എനിക്ക് ഒരുപാട് ബുക്സ് ഉണ്ട്. ഐ വിൽ സ്റ്റഡി യൂസിങ് ദാറ്റ്. ഞാൻ അതൊക്കെ വെച്ചുകൊണ്ട് പഠിച്ചോളാം. ടീച്ചർ, ഐ ഹാവ് നോട്ട് ഫെയർ. ചെസ്റ്റർ, ഇതൊരിക്കലും ഒരു നല്ല കാര്യമല്ല. ലെറ്റ്സ് ഡു വൺ തിങ്. നീ ഒരു കാര്യം ചെയ്യ്. യു വിൽ സിറ്റ് ഹിയർ ഓൺ വൺ ഡേ. നീ ഇവിടെ ഒരു ദിവസം നിൽക്ക്. ഇഫ് യു ഡോണ്ട് ലൈക്ക് യു ക്യാൻ ഗോ ബാക്ക് ഹോം. നിനക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നീ തിരിച്ച് വീട്ടിലേക്ക് പൊക്കോ എന്ന് പറയാണ്. അപ്പോൾ ചെസ്റ്റർ എന്താ പറയുന്നത്? ഓക്കെ മാം എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഇതും വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മിസ്സിസ് റക്കൂൺ ടുക്ക് ചെസ്റ്റേഴ്സ് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് സ്പ്രെഡ് ഹിസ് ടൈനി ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. മിസ്സിസ് റക്കൂണ് ചെസ്റ്ററിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് എടുത്തു, എന്നിട്ട് ഫിംഗേഴ്സിനെ ഒരു ഫാന് പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു. ലീനിങ് ഫോർവേഡ് ഷീ കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. എന്നിട്ട് ഒന്നും കൂടെ മുന്നോട്ട് വന്നിട്ട് നമ്മൾ ചെസ്റ്ററിൻ്റെ കൈ എടുത്തിട്ട് അതിൽ മിഡിലായിട്ട് ഒരു കിസ് കൊടുത്തു. ചെസ്റ്റർ വാസ് വെരി ഹാപ്പി. അപ്പോൾ ചെസ്റ്ററിന് വളരെയധികം സന്തോഷം തോന്നുകയാണ്. വാട്ട് വിൽ ബി ചെസ്റ്റർ റക്കൂൺസ് തോട്ട് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ ആ സമയത്ത് ചെസ്റ്റർ റക്കൂണിൻ്റെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയായിരിക്കും ചെസ്റ്റർ റക്കൂൺ ചിന്തിച്ചിട്ടുണ്ടാവുക? ആൻസർ എന്തൊക്കെയാണ്? വാവ്, ഐ ക്യാൻ ഫീൽ മമ്മീസ് ലവ് ഇൻ മൈ ഹാൻഡ്. ഓ, എൻ്റെ കയ്യിലിപ്പോൾ അമ്മയുടെ സ്നേഹം തോന്നുന്നുണ്ട്. വെനെവർ ഐ മിസ് ഹെർ ഐ ക്യാൻ ഹോൾഡ് മൈ പാം ടു മൈ ചീക്ക് ആൻഡ് റിമെമ്പർ ദാറ്റ് ഷീ ഈസ് ഓൾവേസ് വിത്ത് മീ. എപ്പോഴൊക്കെ എനിക്ക് അവരെ മിസ് ചെയ്യുന്നു, അമ്മയെ മിസ് ചെയ്യുന്നുണ്ടോ, അപ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കൈ എടുത്തിട്ട് എൻ്റെ ചീക്കിൽ വെച്ചിട്ട്, എൻ്റെ കവിളത്ത് വെച്ചിട്ട് അമ്മയെ ഓർത്തു പോകുമെന്നാണ് പറയുന്നത്. നൗ ഐ ആം നോട്ട് സ്കെയർഡ് ടു ഗോ ടു സ്കൂൾ. ഇപ്പോൾ എനിക്ക് സ്കൂളിൽ പോകാൻ യാതൊരു പേടിയുമില്ല. ഐ ആം ഹാപ്പി ആൻഡ് ബ്രേവ് ബിക്കോസ് മമ്മീസ് ലവ് വിൽ സ്റ്റേ വിത്ത് മീ ഫോർ എവർ. ഇപ്പം എന്താണ്? ഇപ്പം ഞാൻ വളരെയധികം ഹാപ്പിയാണ്. അമ്മയുടെ സ്നേഹം ഇപ്പോൾ എൻ്റെ കൂടെയുണ്ടെന്നാണ്, എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഐ നോ ഐ ക്യാൻ മേക്ക് ന്യൂ ഫ്രണ്ട്സ് അറ്റ് സ്കൂൾ. എനിക്ക് അറിയാം, എനിക്ക് ഇനി സ്കൂളിലൊക്കെ പുതിയ ഫ്രണ്ട്സിനെ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. മമ്മീസ് കിസ് വിൽ ഓൾവേസ് ഗീവ് മീ സ്ട്രെങ്ത് ആൻഡ് കറേജ്. അമ്മയുടെ ആ ഒരു ഉമ്മ എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം ശക്തിയും വളരെ ധൈര്യവും ഒക്കെ തന്നു എന്നാണ് നമ്മുടെ ചെസ്റ്റർ പറയുന്നത്. നെക്സ്റ്റ് വൺ, തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ദ ലിറ്റിൽ ട്രെയിൻ വാസ് ഫുൾ ഓഫ് ഗുഡ് തിങ്സ് ഫോർ ദ ബോയ്സ് ആൻഡ് ഗേൾസ് ഹൂ വേർ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. മൗണ്ടെയിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ബോയ്സിനും ഗേൾസിനും വേണ്ടിയിട്ടുള്ള ഒരുപാട് ഗുഡ് തിങ്സ് ഒക്കെയാണ് ഈ ട്രെയിനിൽ ഫുള്ളായിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വാസ് മൂവിങ് സ്മൂത്ത്ലി ആൻഡ് ഹാപ്പിലി അലോങ് ദ ട്രാക്സ്. അപ്പോൾ അതിൻ്റെ ട്രാക്സിൽ അത് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സ്മൂത്തായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് സഡൻലി ദ ട്രെയിൻ കെയിം ടു എ സ്റ്റോപ്പ്. പക്ഷേ പെട്ടെന്നാണ് ട്രെയിൻ എന്ത് ചെയ്തത്? അവിടെ നിന്നു പോയത്. വാട്ട് മൈറ്റ് ബി ദ തോട്ട്സ് ഓഫ് ദ ലിറ്റിൽ ട്രെയിൻ. അപ്പോൾ ആ സമയത്ത് ലിറ്റിൽ ട്രെയിനിൻ്റെ ചിന്തകൾ എന്തൊക്കെയായിരിക്കാം? റൈറ്റ് ദ തോട്ട്സ് ഓഫ് ദ ലിറ്റിൽ ട്രെയിൻ. അപ്പോൾ ലിറ്റിൽ ട്രെയിനിൻ്റെ തോട്ട്സ്, ചിന്തകളാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ആൻസർ എന്തൊക്കെയാണ്? വാട്ട് ഹാപ്പൻ ടു മീ. എന്താണ് എനിക്ക് പറ്റിയത്? ഓ ഗോഡ്, ഐ ആം ട്രൈഡ് എ ലോട്ട്. ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചു എൻ്റെ ദൈവമേ. ബട്ട് ഐ കാൺ മൂവ്. പക്ഷെ എനിക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഈസ് ദർ എനി പ്രോബ്ലം വിത്ത് ദ എൻജിൻ. ഇതിൻ്റെ എൻജിൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുമോ? ദർ ഈസ് നോ വൺ നിയർ ടു ആസ്ക് ഫോർ ഹെൽപ്പ്. ഇവിടെ ഹെൽപ്പ് ചോദിക്കാൻ ആരും തന്നെ ഇല്ലല്ലോ. ഡിയർ ഗോഡ്, ഡോണ്ട് യു നോ ദാറ്റ് ഇഫ് ഐ കാണ്ട് റീച്ച് ഓവർ ദ മൗണ്ടെയിൻ. ദൈവമേ, നിനക്കറിയാലോ ഞാൻ ആ മൗണ്ടെയിൻ്റെ അപ്പുറത്ത് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ നോട്ട് ഹാവ് എനി ടോയ്സ് ആൻഡ് ഫുഡ്. അവിടെയുള്ള ബോയ്സിനും ഗേൾസിനും ഒന്നും ടോയ്സോ ഫുഡോ ഒന്നും ഉണ്ടാവില്ല. വോണ്ട് ദോസ് ചിൽഡ്രൻ ബി വെരി സാഡ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കുട്ടികളൊക്കെ വളരെ സങ്കടത്തിലായിരിക്കും. പ്ലീസ് ഹെൽപ്പ് മീ ഗോഡ്. എന്നെ ഒന്ന് സഹായിക്കൂ ദൈവമേ എന്നൊക്കെ ആയിരിക്കും നമ്മുടെ ലിറ്റിൽ ട്രെയിൻ ചിന്തിച്ചിട്ടുണ്ടാവുക.
നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ, ജസ്റ്റർ റെക്കോൺ ഡസൻ വാണ്ട് ടു ഗോ ടു സ്കൂൾ. നമ്മുടെ ജസ്റ്റർ റെക്കോൺ സ്കൂളിലേക്ക് പോകണ്ട. ഈസ് മദർ കമ്പൽസ് ഹിം. മദർ പറയാണ് നീ സ്കൂളിലേക്ക് പോകണം എന്ന് പറഞ്ഞ് എന്നെ കമ്പൽ ചെയ്യാണ് അല്ലേ. ദർ ഈസ് എ പാർട്ട് ഓഫ് ദ കോൺവെർസേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദം. അപ്പോൾ നമ്മുടെ ജസ്റ്റർ റെക്കോണും അതുപോലെ തന്നെ അമ്മയും തമ്മിലൊരു കോൺവെർസേഷൻ നടക്കാൻ ഇടയുണ്ട് അല്ലേ. ആ കോൺവെർസേഷനാണ് നമ്മളെടുത്ത് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം. അവർ തമ്മിലുള്ള കോൺവെർസേഷൻ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. മദർ പറയാണ് വൈ ആർ യു സേയിങ് ദാറ്റ്. നീ എന്താ ഇങ്ങനെ പറയുന്നത്. ചെസ്റ്റർ എന്താ പറയുക, ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. എനിക്ക് നിങ്ങളുടെ കൂടെ വീട്ടിൽ നിൽക്കണം. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കളിക്കണം. മദർ, യു വിൽ ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഫ്രം യുവർ സ്കൂൾ. നിനക്ക് സ്കൂളിൽ നിന്നും പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടും. ചെസ്റ്റർ, നോ, ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. എനിക്ക് എൻ്റെ ടോയ്സിൻ്റെ കൂടെ കളിക്കണം. പ്ലീസ് മേ ഐ സ്റ്റേ വിത്ത് യു. ഞാൻ ഇവിടെ തന്നെ നിന്നോട്ടെ. മദർ, നോ യു കാണ്ട്. ഇല്ല, നിനക്ക് പറ്റില്ല. ഇഫ് യു ആർ സ്റ്റേയിങ് ഹിയർ ഹൗ ക്യാൻ യു സ്റ്റഡി. നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നീ പിന്നെ എങ്ങനെയാണ് പഠിക്കുക. ചെസ്റ്റർ, ഐ വിൽ സ്റ്റഡി ഫ്രം മൈ ബുക്സ്. ഞാൻ എൻ്റെ ബുക്സിൽ നിന്നൊക്കെ പഠിച്ചോളാം. നോ മാറ്റർ വാട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അതൊന്നും പ്രശ്നമേ അല്ല, എനിക്ക് സ്കൂളിലേക്ക് പോവേ വേണ്ട എന്നാണ് പറയുന്നത്. മദർ, സംടൈംസ് യു ഹാവ് ടു ഡു തിങ്സ് യു ഡോണ്ട് വാണ്ട് ടു. ചില സമയത്ത് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ബട്ട് ഐ എം ഷുവർ ദാറ്റ് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. എനിക്ക് ഉറപ്പാണ് നീ വൺസ് ഒന്ന് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് തീർച്ചയായിട്ടും സ്കൂൾ ഇഷ്ടമാവും. ചെസ്റ്റർ, ഐ എം അഫ്രൈഡ് ടു ലീവ് ഹോം വിതൗട്ട് യു മദർ. എനിക്ക് നിങ്ങളില്ലാതെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് പേടിയാവുകയാണെന്നാണ് പറയുന്നത്. മദർ, വെൽ ലെറ്റ് മീ ടെൽ യു എ സീക്രറ്റ് ദാറ്റ് ക്യാൻ മേക്ക് യു ഓവർകം യുവർ ഫിയർ. ഞാൻ നിനക്കൊരു സീക്രട്ട് പറഞ്ഞു തരാം, അത് നിനക്ക് ഇതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ എഡിറ്റിംഗ് ആണ്. On 10th May 1993, a girl young of Himachal Pradesh called Dicky Dolma set a world record when he became the youngest woman on the world to climb the Everest. ഇവിടെ ഗേൾ യങ് എന്നുള്ളതാണ് ആദ്യത്തെ മിസ്റ്റേക്കായിട്ട് വരുന്നത്. അവിടെ ഗേൾ യങ് അല്ല, യങ് ഗേൾ എന്നാണ് വരേണ്ടത്. നെക്സ്റ്റ് വൺ, ഗോൾഡ് ഡിക്കി എന്നുള്ളത്. ഡിക്കി എന്നുള്ളത് ഒരു പേരാണ്, അപ്പോൾ അവിടെ ഡി എന്നുള്ളത് എന്തായിരിക്കണം, ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വെൻ ഹീ ആണ്. ഇവിടെ ഡോൾമ എന്ന് പറയുന്ന ഒരാളെ കുറിച്ചാണ് പറയുന്നത്. അത് ഗേൾ ആണ്, അവിടെ ഹീ അല്ല ഷീ ആണ് വരേണ്ടത്. നെക്സ്റ്റ് വൺ വുമൺ ഓൺ എന്നുള്ളതാണ്. അവിടെ ഓൺ അല്ല ഇന്നാണ് വരേണ്ടത്. ഓക്കെ, ഇത്രയുമാണ് ഇതിലെ മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. കൂടാതെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തതും കൂടെ റെഫർ ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.